ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പിറന്നാളിൻ്റെ അടുത്ത് എത്തിയാരെ എന്നെ എല്ലാവരും ഊക്കാൻ തുടങ്ങി. ഇനി യൂട്യൂബിൻ്റെ ആൾ വന്നല്ലോ, ഇനി എല്ലാം ചാനലിൽ ഇടുമല്ലോ എന്നും പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്ത് കാട്ടാലും തളരില്ല രാമൻകുട്ടി എന്നുള്ള മനോഭാവമായതുകൊണ്ട് സാറില്ല. നമ്മൾ പിറന്നാൾ കൂട്ടി കുഞ്ഞാറ്റ എൻ്റെ മാമൻ്റെ മോളെ കൈമിൽ നല്ല ഉഷാറായ കളിയിലാണ്. ഇപ്പോൾ കേക്ക് മുറിക്കേണ്ട സമയത്ത് ആ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് ആളെ രൂപവും ഭാവവും എല്ലാം മാറും. പിന്നെ കളിക്കുന്ന പിള്ളേരെ നമ്മൾ പിടിച്ചിരുത്തി ഓരോന്ന് ചെയ്യിപ്പിച്ചാൽ അവരെ മുഖവും ഭാവവും എല്ലാം മാറുമല്ലോ. പിന്നെ എന്നെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്ന സാധനമല്ലേ എൻ്റെ ഏട്ടൻ, അതാണ് എൻ്റെ ഏട്ടൻ. അനുയോജ്യമായ കല്യാണാലോചനകൾ സ്വീകരിക്കുന്നത് ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ ഇതെൻ്റെ അനിയത്തിൻ്റെ ഭർത്താവും, ആ ബാക്കിലുള്ളത് നേരത്തെ കണ്ട മാമൻ്റെ മോളെ ഭർത്താവും. പിന്നെ നമ്മളെ മക്കളിൽ മൂത്ത ആൾ പെണ്ണായാൽ രണ്ടാമത് അമ്മ പോലെ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഗംഗിണി, തുമ്പിനെ നല്ലോണം നോക്കിക്കോളും. പിന്നെ ഇവ രണ്ടുപേരും എൻ്റെ മാമൻ്റെ മക്കളാണ്. മാമൻ്റെ എന്ന് പറഞ്ഞാൽ പോലെ അച്ഛൻ്റെ അനിയത്തിൻ്റെ. പിന്നെ അവിടെ വന്ന് ചോട്ടാസെല്ലാം സ്റ്റേജ് മുമ്പ് തന്നെയാനും ബലൂണും തൂക്കിയെടുക്കുന്നെല്ലാം കണ്ടാൽ പിന്നെ പിള്ളേർക്ക് ആടി ഇരിപ്പുറക്കുക. ഇതാണ് നമ്മളെ ബർത്ത്ഡേ കേക്ക്, ഷീൻ ബേക്കറിയിൽ നിന്നാണ് വേണിച്ചത്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. അങ്ങനെ നമ്മൾ കേക്ക് മുറി പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നതിനും അപ്പോൾ അത് വെച്ചാണ് എല്ലാവരെയും സ്വാഗതം ചെയ്തത്. അവരെല്ലാവരും പർപ്പിൾ കളർ ഡ്രസ്സാണ് സെലക്ട് ചെയ്തതിന്, ഡാർക്ക് പർപ്പിൾ. പക്ഷെ കേക്ക് മാത്രം ലൈറ്റ് പർപ്പിളായിപ്പോയി. പിന്നെ അങ്ങനെ രതീഷേട്ടൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം കേക്ക് കൊടുത്തു. നമ്മളും കൊടുത്തതിനും അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ക്രീമല്ലേ, ചിലപ്പോൾ വയറ്റിൽ പിടിച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ട് എല്ലാവരും ജസ്റ്റ് ഒരു പേരിന് കൊടുത്തേ ഉള്ളൂ. കുഞ്ഞാറ്റക്കാണെങ്കിൽ കേക്കിൻ്റെ ടേസ്റ്റ് നല്ലോണം പിടിച്ചുപോയി. അപ്പോൾ ഒക്കെ എല്ലാവരും വരുന്നതിനെ നോക്കുന്നതിനും ഇതെന്താ എനിക്ക് തരാത്തേന്നില്ല മട്ടിൽ. പിന്നെ കിങ്ങിണിയും തുമ്പിയും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. അവർ സ്റ്റേജിൽ നിന്ന് തന്നെ ഒരേ കളിയേനു. പിന്നെ നമ്മൾ മൂവർ സംഘത്തിൻ്റെ ഒരു സെൽഫി വീഡിയോയിലെടുത്ത് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച് വലിച്ചേ. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ടേനു, ഇത് ഇവർക്ക് യൂട്യൂബ് ചാനൽ ഇടാനാന്ന് പറഞ്ഞിട്ട് ആക്കുന്നുണ്ടേനു. അതിനുശേഷം നമ്മൾ ആദ്യക്കുട്ടൻ അലീസിൻ്റെ മോൻ ഒരു പാട്ടെല്ലാം പാട്ടെല്ലാം പാടി. പിന്നെ ഇതാണ് എൻ്റെ അമ്മേൻ്റെ ഫാമിലി. എല്ലാവരും ഇല്ല, ഒരുവിധ ആൾക്കാരെല്ലാം ഉണ്ട്. പിന്നെ കിങ്ങിണീൻ്റെയും തുമ്മീൻ്റെയും കുഞ്ഞാറ്റേൻ്റെ കൂടിയിലെ ഫോട്ടോ എല്ലാം നമ്മളെടുത്ത് വെച്ച്. ഈ പിള്ളേരെ ഫോട്ടോ നമ്മൾ എത്ര എടുക്കാൻ നോക്കിയാലും ഒരാളെ തല കിട്ടുമ്പോൾ മറ്റേ തല കിട്ടില്ല, മുഖം വെട്ടിച്ചിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് സാർ ഷോറി എത്തി ഫോട്ടോ എടുക്കേണ്ടിയിട്ട്. പിന്നെ ഓനെയും കൂട്ടി അവർ 4 പേരുമില്ല ഫോട്ടോ എടുത്ത്. പിന്നെ ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി. ഇതും പൂർണ്ണല്ല, ഇതിലും ആൾക്കാരുണ്ട് ഇത്രേ. പിന്നെ ഇതാണ് എൻ്റെ അമ്മമ്മയും അമ്മമ്മേൻ്റെ 3 മക്കളും, എൻ്റെ അച്ഛനും ആൻറ്റിമാരും. അമ്മമ്മേൻ്റെ 2 മക്കളും വേറെ മരിച്ചു പോയി. അപ്പം അതിൻ്റെ സങ്കടത്തിലെല്ലാം അമ്മമ്മ ഇരിക്കുന്നത്. മക്കൾ മരിച്ച സങ്കടമൊന്നും എത്ര കാലമായാലും പോകില്ല അല്ലേ, അതെല്ലാം മനസ്സിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ അവരടക്ക് പോയി ഇരുന്നിട്ട് ഒരു സെൽഫി വീഡിയോ എല്ലാം എടുത്ത്. ഞാൻ പറ്റുന്നവരെല്ലാം ഒപ്പം വീഡിയോ എടുത്തിട്ടുണ്ടേനു. പിന്നെ പിള്ളേർ സ്റ്റേജിൽ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് എല്ലാം അടിച്ച് തിമിർത്ത് കളിക്കുന്നുണ്ടേനു. പിന്നെ രാത്രി ഒരു 9 മണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധ ആൾക്കാരെല്ലാം പോയിന്. പിന്നെ സ്റ്റേജിൻ്റെ ബലൂൺസ് എല്ലാം പിള്ളേർ അയച്ച് പറിച്ചിങ് എടുത്ത്. ഇതെല്ലാം കുഞ്ഞാറ്റൊക്കെ കിട്ടിയ ഗിഫ്റ്റാണ്. ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഡ്രസ്സും ടോയ്സും എല്ലാം ആയിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ടേനു. കിങ്ങിണിയും തുമ്പി ആ ബലൂണെല്ലാം വീട്ടിലേക്ക് പാക്ക് ചെയ്യേണ്ട പരിപാടിയില്ലേനു, അവർക്ക് വീട്ടിൽ നിന്ന് കളിക്കേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അച്ഛനും രതീഷാനും കൂടി താഴെ പോയിട്ട് വില്ല കവറെല്ലാം എടുത്തുകൊണ്ടെന്ന്. എന്നാൽ പിന്നെ ആ ഒരു വില്ല കവറിൽ തന്നെ ഒരുവിധം ഗിഫ്റ്റെല്ലാം ഇട്ടിട്ട് അങ്ങ് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കല്ലോ വെച്ചിട്ട് അങ്ങനെ ഓരോ പാക്കറ്റിലായിട്ട് നിറച്ച് വെച്ച്. തുമ്പി ആയിരുന്നു ഒരു യൂണിക്കോണിനെ എടുത്തിട്ട് തന്നെ നോക്കി ചിരിക്കുന്നുണ്ടേനു. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വിട്ടു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.